നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെയൊക്കെ വീടിനടുത്ത് വളരെ ചെറിയ ചെറിയ പലചരക്ക് കടകൾ ധാരാളം ഉണ്ടായിരുന്നല്ലേ. ആ കടകൾക്ക് കാണാൻ കാഴ്ചയ്ക്ക് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അരിയും പഞ്ചസാരയൊക്കെ നമ്മൾ പറയുന്ന അളവിൽ തൂക്കി പൊതിഞ്ഞ് നമുക്ക് തന്നുവിടുമായിരുന്നല്ലേ. പലപ്പോഴും കടമായി തന്നെ സാധനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമായിരുന്നു. മാസാവസാനം അല്ലെങ്കിൽ ഭർത്താവിന് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളത് കൊടുത്തു തീർക്കും. വളരെ സുന്ദരമായ നന്മയുള്ള ഒരു കാലം തന്നെയായിരുന്നു അത്. വറീതട്ടൻ്റെ കടയിൽ കിട്ടാത്ത സാധനം ബഷീറിക്കയുടെ പീടികയെന്ന് കിട്ടും. അവിടെ രണ്ടിടത്തും ഇല്ലെങ്കിലോ രാമേട്ടൻ്റെ കടയിൽ ഉറപ്പായും ഉണ്ടാവും. അങ്ങനെ മനോഹരമായ ശാന്തമായ ഒരു സൗഹാർദ്ദ കാലം. പക്ഷെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. തൊട്ടടുത്ത് ഒരു ഷോപ്പിംഗ് മാൾ വരികയാണ്. മൊത്തം AC-യാണ്. ശീതീകരിച്ച ആ ഹോളിൽ നിന്നും സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പെറുക്കിയെടുക്കാം. പല സാധനങ്ങളും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ. നാട്ടുകാരത് കേട്ടതും ഓടിക്കൂടി. അവർക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വലിയ ലാഭമാണല്ലോ എന്ന് കരുതി വാങ്ങിക്കൂട്ടി. ചെറിയ ഇരയിട്ട് കോർപ്പറേറ്റ് കമ്പനികൾ വലിയ മീൻ പിടിച്ചു. അങ്ങനെ മലയാളി അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഫ്രീ കിട്ടിയാൽ വലിയ സന്തോഷമാണ്. എന്തിനേറെ പറയുന്നു, ബഷീറിക്കയും വറീതട്ടനും രാമേട്ടനും ഒക്കെ കച്ചവടം പോയിട്ട് കട്ടയും പടവും മടക്കി സങ്കടത്തോടെ അവരുടെ പീടികയ്ക്ക് പൂട്ടിട്ടു. എന്തിനാണ് ഈ പഴങ്കഥകളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു എന്നല്ലേ? ശ്രദ്ധിക്കണം, മലയാളി ഇതിലും വലിയൊരു അപകടത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. പലരും ചിന്തിക്കുന്നില്ല. അപകടം എവിടെയാണെന്നോ? നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ്. ശരിക്കും നിങ്ങൾ പെട്ടു എന്ന് തന്നെ പറയാം. പെട്ട്. മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് നമ്മുടെ കേരള മോഡൽ ആരോഗ്യരംഗം. എന്നാൽ ആ അഭിമാനം ഇന്ന് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ്. നമ്മുടെ കണ്ണ് ചികിത്സാ കേന്ദ്രങ്ങളും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഓരോന്നോരോന്നായി വിദേശ കുത്തക കമ്പനികൾക്കും ആഗോള നിക്ഷേപകർക്കും വിൽക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നു? നമ്മുടെ നാട്ടിലെ ചെറിയ ക്ലിനിക്കുകളും സ്പെഷ്യലൈസ്ഡ് ആശുപത്രികളും ഇന്ന് വൻകിട വിദേശ കമ്പനികളും കോർപ്പറേറ്റ് ഗ്രൂപ്പുകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണ് ചികിത്സാ രംഗം, ഒപ്താൽമോളജി. വലിയൊരു നിശബ്ദ വിപ്ലവം തന്നെ ഈ രംഗത്ത് നടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെ കണ്ണിലെ ഹോട്ട് സ്പോട്ടാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 10,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയിലേക്ക് ഒഴുകിയെത്തിയത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നിയില്ലെങ്കിൽ നിങ്ങൾ യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരാളാണെന്ന് കണക്കാക്കേണ്ടി വരും. ഇത് വെറുമൊരു ബിസിനസ് വാർത്തയല്ല. നിങ്ങളുടെയും എൻ്റെയും പോക്കറ്റിനെ ബാധിക്കുന്ന, ആരോഗ്യത്തെ ബാധിക്കുന്ന, നമ്മളുടെ ചികിത്സാ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ലോകത്തിലെ വൻകിട കമ്പനികൾ കൊച്ചു കേരളത്തെ ലക്ഷ്യം വെക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം ഇനി ഉയർന്നു പോകുമോ? നമ്മളിത് പേടിക്കേണ്ടതായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വമ്പൻ കമ്പനികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? സാധാരണക്കാരൻ ഇനി എങ്ങോട്ട് പോകും ഒരാവശ്യം വരുമ്പോൾ? നമുക്കതേക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. മുമ്പ് നമ്മൾ കണ്ടിരുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡോക്ടർമാർ നടത്തുന്ന ചില ആശുപത്രികളായിരുന്നു. അവിടെ രോഗിക്ക് ഒരു മുഖമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആശുപത്രികൾ നടത്തുന്നത് ഡോക്ടർമാരല്ല, ഇൻവെസ്റ്റർമാരാണ്. അവർക്ക് വേണ്ടത് ലാഭമാണ്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ രോഗി ഒരു കസ്റ്റമർ മാത്രമാണ്, അവന് മുഖമില്ല, അവനൊരു കസ്റ്റമറാണ്. ഒരു കസ്റ്റമറിൽ നിന്ന് എത്ര രൂപ പരമാവധി ഉണ്ടാക്കാം, ഈടാക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പല കോർപ്പറേറ്റ് ആശുപത്രികളുടെയും പ്രവർത്തനം. കണ്ണ് ചികിത്സയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു സാധാരണ തിമിര ശസ്ത്രക്രിയ, കട്രാക്ട് സർജറി ഇന്ന് പലയിടത്തും ആഡംബര പാക്കേജുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധാരണക്കാരനെ ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത്? നമുക്ക് ചില കണക്കുകളൊക്കെ ഒന്ന് നോക്കാം. നിക്ഷേപകർ കേരളത്തെ തിരഞ്ഞെടുക്കാൻ കൃത്യമായ 3 കാരണങ്ങളുണ്ട്. ഏജിംഗ് പോപ്പുലേഷനാണ് അതിലൊന്ന്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ 15% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2030 ആകുന്നതോടെ ഇത് 20% ഉയരാൻ പോകുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കണേ, പ്രായമാകുമ്പോൾ കണ്ണ് ചികിത്സയും മറ്റ് സ്പെഷ്യലൈസ്ഡ് ചികിത്സകളും വളരെ അനിവാര്യമാകുന്നു. ഇതൊരു വലിയ ഡിമാൻഡാണ് കേട്ടോ. ഇന്ത്യയിൽ ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിലെ ഒരു ശരാശരി കുടുംബം തങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ആരോഗ്യകാര്യത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്, ചികിത്സയ്ക്കായിട്ട്. കേരളത്തിലെ ഭൂരിഭാഗം പേരും സ്വന്തം കയ്യിൽ നിന്നാണ് ചികിത്സാ ചെലവ് കണ്ടെത്തുന്നത്. അതൊരു വിരോധാഭാസമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഏകദേശം 70% വരെയുള്ള ആളുകൾ ഇൻഷുറൻസ് ഇല്ലാത്തവരാണ്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ഈ വലിയ വിഭാഗമാണ് കോർപ്പറേറ്റുകളുടെ പ്രധാന ലക്ഷ്യം. ഇനി സാധാരണക്കാരെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ബാധിക്കും? ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്. കോർപ്പറേറ്റുകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് കുഴപ്പം?
ഇവിടെ ശ്രദ്ധിക്കാം, അമിതമായ പരിശോധനകൾ ഉണ്ടാകാം. ലാഭം ലക്ഷ്യമിടുമ്പോൾ അനാവശ്യമായ ടെസ്റ്റുകളും ശസ്ത്രക്രിയകളും നിർദ്ദേശിക്കപ്പെടുമോ എന്ന ആശങ്ക സ്വാഭാവികമല്ലേ? ചെറിയ ആശുപത്രികളുടെ തിരോധാനമാണ് മറ്റൊരു വിഷയം. വിദേശ നിക്ഷേപമുള്ള വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ചെറിയ ലാബുകളെയും ക്ലിനിക്കുകളെയും വിഴുങ്ങുക എന്നതാണ്. കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകിയിരുന്ന നാട്ടിലെ ചെറിയ ആശുപത്രികൾക്ക് ഈ വമ്പന്മാരോട് ഭീമന്മാരോട് മത്സരിക്കാനാവില്ല. ഫലമെന്താണ്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരങ്ങൾ ഇല്ലാതാകുന്നു. കുത്തക കമ്പനികൾ പറയുന്ന റേറ്റ് നൽകാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു. അനാവശ്യ ചികിത്സകളും ടാർഗറ്റുകളും, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഇന്ന് വലിയ സമ്മർദ്ദത്തിലാണ്. രഹസ്യമായിട്ട് അവരോട് സംസാരിച്ചാൽ അവർ പറയുന്നത് അവർക്ക് മാസാവസാനം ചില ടാർഗറ്റുകൾ നൽകപ്പെടുന്നു. ഇത്ര ശസ്ത്രക്രിയകൾ ചെയ്തിരിക്കണം, ഇത്ര ടെസ്റ്റുകൾ എഴുതണം. കോർപ്പറേറ്റ് ആശുപത്രികൾ വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. അതിൻ്റെ ലാഭം തിരിച്ചുപിടിക്കാൻ സർവീസ് ചാർജുകൾ കൂട്ടാൻ അവർ സ്വാഭാവികമായും നിർബന്ധിതരാകും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയില്ല. ഡോക്ടർ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ അവന് വേറെ വഴിയൊന്നുമില്ല. ഈ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇനി ചില ഹിഡൻ ചെലവുകളെക്കുറിച്ച് പറയാം. മുമ്പ് ഡോക്ടറുടെ ഫീസും മരുന്നും മാത്രമായിരുന്നു ചെലവ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. രജിസ്ട്രേഷൻ ഫീസ്, ഫെസിലിറ്റി ചാർജ്, നഴ്സിംഗ് ചാർജ് എന്നിങ്ങനെ സാധാരണക്കാരന് ചിന്തിക്കാൻ പോലുമാകാത്ത ഇനങ്ങളിൽ പണം ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു. ഒരു സാധാരണ തിമിര ശസ്ത്രക്രിയയ്ക്ക് മുൻപ് 10,000 രൂപ ആയിരുന്നിടത്ത് ഇന്ന് ലക്ഷങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇൻഷുറൻസ് ഉള്ളവർക്ക് പോലും വലിയൊരു തുക ചികിത്സയ്ക്കായി കയ്യിൽ നിന്ന് നൽകേണ്ടി വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ടോ? ഭയപ്പെടേണ്ടതുണ്ട്. ഭയപ്പെടുന്നതിനേക്കാൾ അധികം ജാഗ്രത പാലിക്കുകയാണ് ഈ സമയത്ത് അനിവാര്യമായ ഒരു കാര്യം. വരുംകാലത്ത് ചികിത്സാ ചെലവ് കൂടാൻ തന്നെയാണ് സാധ്യത. അതിനാൽ ഓരോ കുടുംബത്തിനും അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. സ്വകാര്യ മേഖലയിലെ ചികിത്സാ നിരക്കുകൾ നിയന്ത്രിക്കാൻ സർക്കാർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പോലുള്ള നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങണം. വലിയ ശസ്ത്രക്രിയകൾക്ക് നിർദ്ദേശിക്കപ്പെട്ടാൽ മറ്റൊരു ഡോക്ടറുടെ കൂടി അഭിപ്രായം തേടുന്നത് നിങ്ങൾ ശീലമാക്കണം. ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പീനിയനോ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. ഒരു കൺസൾട്ടിംഗ് ഫീ മാത്രമേ പോവുകയുള്ളൂ. അതുപോലെ ചികിത്സാ നിരക്ക് ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും സ്വകാര്യ ആശുപത്രികളുടെ എതിർപ്പ് മൂലം നടപ്പാകുന്നില്ല എന്നതാണ് സത്യം. വിദേശ കമ്പനികൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ നാട്ടിലുള്ള ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ലിബറലായ നിയമങ്ങളും ഈ കോർപ്പറേറ്റ് അധിനിവേശത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവില്ല. അപ്പോൾ നമ്മൾ ഭയപ്പെടണം. പക്ഷേ ആ ഭയം നമ്മളെ ബോധവാന്മാരാക്കണം. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആരോഗ്യരംഗത്തെ ഈ മാറ്റങ്ങൾ തടയാൻ നമ്മെക്കൊണ്ടാവില്ല. ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും റോബോട്ടിക് സർജറികളും വേഗത്തിൽ നമ്മളുടെ കൊച്ചു നാട്ടിലും ലഭ്യമാകണമെങ്കിൽ ഈ നിക്ഷേപങ്ങൾ വഴി അത് സാധിക്കുകയുള്ളൂ. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അതൊരു ആഗോള പ്രവണതയാണ്. പക്ഷേ ആരോഗ്യം എന്നതൊരു കച്ചവടച്ചരക്ക് മാത്രമായി മാറാതിരിക്കാൻ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത ഇവിടെ അത്യാവശ്യമാണ്. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ സ്വാഗതം ചെയ്യപ്പെടണം. എന്നാൽ അത് സാധാരണക്കാരൻ്റെ പോക്കറ്റ് ചോർത്തുന്നത് പോലെ ആവരുത്. അത്യാധുനിക സാങ്കേതികവിദ്യ നമുക്ക് വേണം. പക്ഷേ അത് സാധാരണക്കാരൻ്റെ മരുന്നിനും ഭക്ഷണത്തിനുമുള്ള വക കവർന്നെടുത്തുകൊണ്ടാവരുത്. ആരോഗ്യമെന്നത് ഒരു കച്ചവടമല്ല, അതൊരവകാശമാണ്. വിദേശ കമ്പനികൾ കേരളത്തെ ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ പണം കണ്ടിട്ടാണ്. ആ പണം നമ്മുടെ വിയർപ്പിൻ്റെ ഫലമാണ്. അത് കവർന്നെടുത്തുകൊണ്ട് പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം കോർപ്പറേറ്റ് ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാലിക പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.